ഏതായാലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സമ്മതിക്കണം. അദ്ദേഹം ഒരാൾ ഇല്ലായിരുന്നെങ്കിൽ ഈ നാറികളുടെ ഗുണം ജനം പൂർണ്ണമായി അറിയുമായിരുന്നില്ല. എല്ലാ സർവകലാശാലകളിലും അണ്ടനെയും അടകോടനെയും മുക്കി വാഴിച്ച LDFന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ തോൽപ്പിക്കാൻ പറ്റാഞ്ഞപ്പോൾ തുടങ്ങിയ കളിയാണ് ഡോക്ടർ സിസ തോമസിനോട്. ആരാണ് സിസ തോമസ്? ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപിക, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ. അവരെന്താണ് തെറ്റ് ചെയ്തത്? സർവകലാശാല പരമാധികാരിയായ ചാൻസലറുടെ ഉത്തരവ് അനുസരിച്ചു. നമ്മുടെ കന്നഡ മന്ത്രി CPM നേതാവ് A. വിജയരാഘവന്റെ ഭാര്യയുമായ ബിന്ദു ടീച്ചറുടെ എന്നുവെച്ചാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ശിങ്കിടികൾ വാക്കാൽ പറഞ്ഞത് അനുസരിച്ചില്ല. എന്താ കാര്യം? കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറെ ഡോക്ടർ MS രാജശ്രീയെ പുറത്താക്കി. ആരാണ് പുറത്താക്കിയത്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി. എന്തിന്? മതിയായ യോഗ്യത ഇല്ലാത്തതിന്. അപ്പോഴെന്തു ചെയ്യും? നമ്മുടെ ബിന്ദു ടീച്ചർ ഗവർണറോട് പറഞ്ഞു, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജി ഗോപിനാഥിന് പകരം ചുമതല കൊടുക്കണമെന്ന്. യോഗ്യതയില്ലാത്തതിന് പുറത്താക്കിയ രാജശ്രീക്ക് പകരം യോഗ്യതയില്ലാത്ത സജി ഗോപിനാഥിനെ നിയമിക്കണമത്രേ. സുപ്രീം കോടതി പറഞ്ഞ യോഗ്യത സജി ഗോപിനാഥിനും ഇല്ല. അപ്പോൾ ബിന്ദു ടീച്ചർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ വകുപ്പ് സെക്രട്ടറിയെ VC ആക്കിക്കോ എന്ന്. UGC മാനദണ്ഡം അനുസരിച്ച് അക്കാദമിക് യോഗ്യതയുള്ള ആളാണ് VC ആകേണ്ടത്. ഗവൺമെന്റ് സെക്രട്ടറി അല്ലെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ താൽക്കാലിക VC ആക്കാൻ ഗവർണർ നിർദ്ദേശിച്ചു. അവരൊക്കെ അധ്യാപന പരിചയമുള്ളവർ ആയിരിക്കും. നീ ആകേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് മന്ത്രി ഓഫീസിലുള്ളവർ വിരട്ടിയപ്പോൾ പഴയ AKGCT നേതാവിന് ഭയം. എനിക്കാവേണ്ട എന്നായി മറുപടി. പിന്നെ ഗവർണർക്ക് ഒരു ചോയ്സേ ഉള്ളൂ. ഡയറക്ടർ ഇല്ലെങ്കിൽ സീനിയറായ ജോയിന്റ് ഡയറക്ടറെ നിയമിക്കുക. അങ്ങനെ ഡോക്ടർ സിസയെ നിയമിച്ചു. ചോട്ടാ നേതാക്കളുടെ തിട്ടൂരമൊന്നും മാനിക്കാതെ ധൈര്യപൂർവ്വം സിസ ചുമതലയേറ്റു. വൈസ് ചാൻസലർ സ്ഥാനം ഏറ്റെടുക്കാൻ വരുമ്പോൾ സ്വീകരിച്ചിരുത്തേണ്ട ഉദ്യോഗസ്ഥർ സിസയ്ക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതാണ് കണ്ടത്. സർക്കാരിൽ നിന്നല്ല, AKG സെന്ററിൽ നിന്നാണ് തങ്ങളൊക്കെ ശമ്പളം വാങ്ങിക്കുന്നതെന്നാണ് ഇവറ്റകളുടെ വിചാരം. ചിലപ്പോൾ പേടിച്ച് ചെയ്തതാകും. പൂക്കോട് വെറ്റിനറി കോളേജിലെ 130 വിദ്യാർത്ഥികൾ ഭയം മൂലം നിസ്സഹായരായി തങ്ങളുടെ സഹപാഠികളെ തല്ലിക്കൊല്ലുന്നത് കണ്ടിട്ടും നോക്കി നിന്നതുപോലെ, ആ വിവരം പുറത്താരോടും പറയാതിരുന്നതുപോലെ ഇവർ ഭയം കൊണ്ട് നേതാക്കന്മാർ പറഞ്ഞത് കേട്ട് മുദ്രാവാക്യം വിളിച്ചു. കൂടെ കുറെ SFI പിള്ളാരും, അല്ല PFI പിള്ളാരും. ഒടുവിൽ പോലീസ് സഹായത്തോടെയാണ് സിസയ്ക്ക് വൈസ് ചാൻസലർ പദവി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. ചുമതല ഏറ്റെടുക്കുന്ന വിവരം രേഖാമൂലം സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറെ അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കാണാൻ ശ്രമിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിലെത്തിയ സിസയെ കാണാൻ സെക്രട്ടറി കൂട്ടാക്കിയില്ല. എങ്ങനെയുണ്ട് ഇടതുഭരണത്തിലെ അടിമകളുടെ നട്ടലില്ലായ്മ? ഇവനൊക്കെ എങ്ങനെയാ IAS കിട്ടിയതെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരിക. കുനിയാൻ പറഞ്ഞാൽ നിലത്തിഴയുന്ന വർഗം. പിന്നെ അവരുടെ നിയമനത്തിനെതിരെ ഹൈക്കോടതിയിൽ കേസായി. നിസ്സഹകരണം വേറെയും. ഇതിനിടെ ഡോക്ടർ സിസയ്ക്കൊരു ട്രാൻസ്ഫർ ഓർഡർ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ സിസ പോയതോടെ സ്ഥലം മാറ്റ ഉത്തരവ് ട്രൈബ്യൂണൽ വലിച്ചു കീറി. പിന്നെ ബാർട്ടൺ ഹിൽ കോളേജിൽ പ്രിൻസിപ്പലായും നിയമിച്ചു. ഇതോടെ സിസയ്ക്ക് VC ആയും പ്രിൻസിപ്പലായും ഒരേ സമയം ജോലി ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 31 വിരമിക്കാനിരിക്കുന്ന സിസയ്ക്ക് അതിനു മുൻപ് ഒരു സസ്പെൻഷൻ കൊടുക്കണം. എന്നാൽ അവരുടെ പെൻഷൻ തടഞ്ഞു വെക്കാമല്ലോ. ആരിഫ് മുഹമ്മദ് ഖാന്റെ രോമത്തിൽ പോലും തൊടാനാവാതിരുന്നപ്പോൾ അദ്ദേഹം നിയമിച്ച സിസയ്ക്ക് ഒരു സസ്പെൻഷൻ എങ്കിലും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ എന്ത് ഇടത് സർക്കാർ? ഒരു കുറ്റപത്രം കൊടുത്തെങ്കിലും സിസ കൈപ്പറ്റിയില്ല. സസ്പെൻഷൻ വാങ്ങാതെ വിരമിച്ചെങ്കിലും അച്ചടക്ക നടപടി തുടർന്നു. ഇതെല്ലാം ഹൈക്കോടതി എടുത്തു വലിച്ചു കയറി കളഞ്ഞെങ്കിലും സുപ്രീം കോടതിയിൽ പോകാനായിരുന്നു നമ്മുടെ കന്നഡ മന്ത്രിയുടെ തീരുമാനം. സംസ്ഥാനത്ത് അഗതികൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ല. 1500 രൂപ പെൻഷനു വേണ്ടിയാണ് മറിയക്കുട്ടിയെ പോലുള്ളവർ 82ാം വയസ്സിലും തെരുവിലിറങ്ങിയത്. എന്നിട്ടും കൊടുത്തില്ല. പണമില്ലാത്തതിനാൽ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും കൃത്യമായി കൊടുത്തില്ല. എന്നാൽ സുപ്രീം കോടതിയിൽ ജയ്ദീപ് ഗുപ്തന്മാരെ പോലുള്ള വക്കീൽമാർക്ക് അനാവശ്യ കാര്യത്തിന് ലക്ഷങ്ങൾ എണ്ണിക്കൊടുക്കാൻ പിണറായിമാർക്കും ബാലഗോപാലന്മാർക്കും ഒരു നാണവുമില്ല. ഏതായാലും കോടതി വരാന്തയിൽ വെച്ചു തന്നെ കേരളത്തിൻ്റെ കേസുകളെല്ലാം സുപ്രീം കോടതി എടുത്ത് വലിച്ചെറിഞ്ഞു. ഇല്ലാത്ത കേസിന് ശമ്പളം കൊടുക്കാത്തവൻ്റെ വക്കാലത്തുമായി ചെന്ന ജയ്ദീപ് ഗുപ്തന്മാരെ വേണം തല്ലാൻ. പണം കിട്ടുമെന്ന് കരുതി ഒരു ന്യായമൊക്കെ ഇല്ലാത്ത കാര്യത്തിന് കോട്ടുമിട്ട് ഇറങ്ങാവൂ? പിണറായിക്ക് നാണമില്ലെങ്കിൽ നിങ്ങൾക്കെങ്കിലും വേണ്ടേ നാണം? കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ്.com സബ്സ്ക്രൈബ് ചെയ്യുക.